ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മെനു പ്ലാനിങ് എങ്ങനെയാണ്, അതായത് നമ്മൾ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാണ് മെനു പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും കാണിക്കുന്നില്ല, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഗസ്റ്റ് ഉണ്ട്, അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഞാൻ അതിന്റെ പേരൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെ ചെയ്തേന്നുള്ള കാര്യം. കാരണം ഒറ്റയ്ക്കല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ എല്ലാം കൂടി അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളുടെ ലിസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പെപ്പർ ചിക്കൻ, കുട്ടനാടൻ ബീഫ് റോസ്റ്റ്, തൃശ്ശൂർ ഫിഷ് കറി, പ്രോൺസ് റോസ്റ്റ്, പിന്നെ നമ്മുടെ ബീഫ് മുട്ടയിൽ പൊരിച്ചത്, പിന്നെ പാൽക്കപ്പ, പിന്നെ സലാഡ്സ്, ചന മസാല, ചോറ്, പൊറോട്ട ഒക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ, പുറത്തുനിന്ന് പൊറോട്ട ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ ഫ്രൂട്ട് സലാഡ്, ഹോം മെയ്ഡ് വൈൻ. ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ഓക്കെ, അപ്പൊ അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നാളേക്കാണ് നിങ്ങൾ ഗസ്റ്റിനെ വിളിച്ചിരിക്കുന്നത് ഒരു എക്സാമ്പിൾ വിചാരിക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, ഇന്ന് തന്നെ തലേ ദിവസം ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. അതായത് നോൺ വെജ് പ്രത്യേകിച്ചും, വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ പാൽക്കപ്പ, ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയാൽ അതൊക്കെ പിറ്റേ ദിവസം അന്നത്തെ ദിവസം മാത്രം മതി. തലേ ദിവസം തയ്യാറാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പെപ്പർ ചിക്കൻ, കുട്ടനാടൻ ബീഫ് റോസ്റ്റ്, തൃശ്ശൂർ മീൻകറി, പ്രോൺസ് റോസ്റ്റ്, ഇതാണ് ഞാൻ തലേ ദിവസം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ. അപ്പോ അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് റെസിപ്പി ഈ എത്ര നോൺ വെജ് ഉണ്ടോ അതിന്റെ റെസിപ്പി ആദ്യം തന്നെ നോക്കുക. അപ്പൊ അതിൽ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ആദ്യം തന്നെ നമ്മൾ നോക്കുക. ഓക്കെ, അപ്പൊ എത്ര സവാള വേണം എല്ലാത്തിലും കൂടിയിട്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആദ്യം തന്നെ അതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റിലേക്കുള്ള ഹരിബ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, പെപ്പർ ചിക്കനിലേക്കും കുട്ടനാടൻ ബീഫ് റോസ്റ്റ്, എനിക്ക് ബാക്കി പ്രോൺസ് റോസ്റ്റിലേക്കൊന്നും സവാള വേണ്ട. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള കറികൾ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ തൃശ്ശൂർ മീൻ കറിയിൽ നമുക്ക് സവാളയുടെ ആവശ്യമൊന്നുമില്ല, ഒന്നും വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവസാനം തേങ്ങാപ്പാൽ ഒഴിക്കുന്ന പരിപാടിയാണ് തൃശ്ശൂർ മീൻ കറി. അതുപോലെ തന്നെ പ്രോൺസ് റോസ്റ്റിൽ സവാളയില്ല, എല്ലാം ജസ്റ്റ് അരച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വരട്ടി എടുക്കുന്നതാണ് പ്രോൺസ് റോസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ സവാളയുടെ കാര്യം ഇരിക്കുന്നതില്ല. പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും ഞാൻ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നമ്മൾ നോക്കുക, എന്നിട്ട് ആവശ്യമുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് അതിന് റെഡിയാക്കി വെക്കാം. അപ്പൊ സവാള ഒരു 15 സവാള വേണമെന്നുണ്ടെങ്കിൽ 15 സവാള നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുക. മനസ്സിലായല്ലോ? അതിനുശേഷം പെപ്പർ ചിക്കൻ തയ്യാറാക്കാം. പെപ്പർ ചിക്കൻ ഇപ്പോ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് സവാളയൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ പണി കുറെ എളുപ്പമാവും. അതുപോലെ തന്നെ പെപ്പർ ചിക്കൻ്റെ താങ്കൾ അരിഞ്ഞു തന്നിട്ടില്ലായിരുന്നു, ഞാൻ തന്നെ അരിഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഞാൻ ബീഫ് കട്ട് ചെയ്യാറില്ല, ജാനാണ് ഏൽപ്പിക്കുന്നത്. അപ്പൊ ഒഫീഷ്യൽ ബീഫ് കട്ടർ ആണ്, അതുകൊണ്ട് ബീഫ് ജാനെ കൊണ്ട് ക്ലീൻ കട്ട് ചെയ്യിപ്പിച്ചു. പിന്നെ ഞാൻ കഴുകി ക്ലീൻ ചെയ്തു, പിന്നെ കുക്ക് ചെയ്തു. മനസ്സിലായില്ല? അതുപോലെ തന്നെ പ്രോൺസ് റോസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇന്ന് കടയിൽ വിളിച്ച് പറയുമ്പോൾ എന്റെ രീതിയിൽ പ്രോൺസ് റോസ്റ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ തലഭാഗം കളയാറില്ല, ഉള്ളിലത്തെ വെയിൻ കളയണം. അപ്പൊ കടക്കാരോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ക്ലീൻ ചെയ്ത് എനിക്ക് കൊണ്ടുതരും. അപ്പൊ അത്രയും നമ്മൾക്ക് പണി ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ അങ്ങനത്തെ കടക്കാരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ബീഫ് മുട്ടയിൽ പൊരിച്ചതിന് വേണ്ടിയിട്ട് ബീഫ് നമ്മൾ തലേദിവസം തന്നെ വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ വെക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഗസ്റ്റ് വരുന്ന സമയത്ത് മാത്രം നമ്മൾ മുട്ടയിൽ പൊരിച്ച് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ബീഫിന്റെ സെയിം റെസിപ്പി തന്നെ നമുക്ക് ചിക്കൻ വെച്ച് ചെയ്യാം. ചിക്കനിൽ ഇതേപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് ആണെന്ന് മാത്രം ചിക്കൻ ബ്രസ്റ്റ് വേവിച്ചെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന സമയത്ത് മാത്രം ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ പാൽക്കപ്പയാണെങ്കിലും ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് പകുതി വേവിച്ച് വെക്കും. പകുതി വേവിച്ച് വെച്ച് അല്ലെങ്കിൽ വെറുതെ വെച്ച് കപ്പ എടുത്ത് വെക്കുകയാണെങ്കിൽ കപ്പ പെട്ടെന്ന് തന്നെ അതിന്റെ കളറ് മാറി കേടായി പോകും. അതിന്റെ പകുതി കപ്പ വേവിച്ച് വെക്കുകയാണെങ്കിൽ, അതായത് ഹാഫ് ഡൺ ആണെന്നുണ്ടെങ്കിൽ
പിന്നെ നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ച് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതിയാവും. പാൽക്കപ്പ ഭയങ്കര നല്ല കോമ്പിനേഷൻ ആണ് തൃശ്ശൂർ മീൻകറിയുടെ കൂടെയൊക്കെ, നല്ല ഫില്ലിങ്ങും ആണ്. അപ്പൊ പാൽക്കപ്പ ഉണ്ടെങ്കിൽ പിന്നെ ചോറൊന്നും അധികം ചെലവാവില്ല. അതുപോലെ തന്നെ പൊറോട്ട ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ. ഞാൻ ഇങ്ങനത്തെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ പൊറോട്ട ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ചോറും ഇതേപോലെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഡിസേർട്ടിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഫ്രൂട്ട് സലാഡാണ് ചെയ്യുന്നത്, ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേദിവസം തന്നെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് അരിഞ്ഞ് സിറപ്പൊക്കെ ആക്കി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഞാൻ ഇന്നത്തെ ദിവസമാണ്, അതായത് അന്നത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ദിവസമാണ് രാവിലെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കമ്പൈൻ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ ഐസ്ക്രീമിന്റെ കൂടെ നമുക്ക് സെർവ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കർ പാൽപ്പായസം എളുപ്പമാണ്. കുക്കർ പാൽപ്പായസം പിന്നെ നിങ്ങൾക്ക് പണിയേ ഇല്ല, കാരണം കുക്കറിൽ അങ്ങ് ഇട്ട് വെച്ചാൽ മതി. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് ഓഫ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ കുക്കർ പാൽപ്പായസം റെഡിയാവും. അപ്പൊ ഈസി കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ എപ്പോഴും എല്ലാ സവാളയുള്ള ഐറ്റംസ് ചൂസ് ചെയ്യാതിരിക്കുക. ഒരു ഐറ്റത്തിൽ സവാള ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേതിൽ സവാള ഇല്ലാത്ത നോക്കുക. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ജോലി കഴിയുകയും ചെയ്യും, ഈ വരുന്ന ഗസ്റ്റിന് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ ഉള്ളി ചമ്മന്തി, പിന്നെ ചന മസാല, അത് അന്നത്തെ ദിവസം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചൂസ് ചെയ്യുക. നമ്മൾക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കതും ഈസി തന്നെയാണ് നോക്കുള്ളൂ. വെറൈറ്റി ആയിട്ട് ചെയ്യണം, പക്ഷെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളതും നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് സവാള കട്ട് ചെയ്ത് തരാനും അല്ലെങ്കിൽ മീൻ കട്ട് ചെയ്ത് തരാനൊക്കെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടാവും മിക്കവാറും. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ജാനെ പോലെ ഭർത്താവാണെങ്കിൽ കുറച്ചും കൂടെ ഹാപ്പിയാണ് നമ്മള്. പക്ഷെ അത് ഇപ്പോഴൊരു കാര്യം അറിയോ, കറിവേൽ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഈ ഹെൽപ്പിംഗ് ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ എന്നെ ഒന്നും ഹെൽപ്പ് ചെയ്തിരുന്നില്ല. അപ്പൊ നിങ്ങളോട് ഞാൻ കംപ്ലൈന്റ് പറയുന്നത് പുള്ളിക്കാരന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇച്ചിരി ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ട് ഹെൽപ്പ് ചെയ്തിരുന്നത് എന്തിനാണെന്നറിയാമോ, ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാരന്മാരെ വിളിച്ച് ബിരിയാണി കൊടുക്കുന്ന നേരത്തിൽ സവാള അരിഞ്ഞിരുന്നു. അതില്ലാത്തത് ഞാൻ പറയും ഉണ്ടായിരുന്നു, അത് സത്യം. അല്ലാതെ ഒരു പാത്രം കഴുത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്നോട്ടെ എന്ന് പറയുന്നതല്ലാണ്ട് ഒരു പാത്രം ഒന്നും എനിക്ക് കഴുത്തി തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ച് പേര് ഉണ്ട്, പ്രേക്ഷകരെ, എന്നെയല്ല. ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ മെനു ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ എന്നോട് ഇനിയും സംശയങ്ങൾ ചോദിച്ചോളൂ. ഇപ്പൊ എനിക്ക് ഇന്ന് എല്ലാം കൂടി എടുക്കാൻ പറ്റില്ല. ആക്ച്വലി എനിക്ക് കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തിരക്കായി പോയി, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിലെല്ലാം ഞാൻ പറഞ്ഞ ലിസ്റ്റിന്റെ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മെനു തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സലാഡ്. അവക്കാഡോ, മാതള നാരങ്ങ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്, പിന്നെ തക്കാളി, ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മള് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ ക്യാരറ്റ് സലാഡ്, നമ്മുടെ സ്വന്തം തൃശ്ശൂർ മീൻകറി, പിന്നെ അത് കുട്ടനാടൻ ബീഫ് റോസ്റ്റ്. ചൂടാക്കിയിട്ടില്ല, അവര് വരുന്ന സമയത്ത് ഞാൻ ചൂടാക്കുള്ളൂ. ഇത് നമ്മുടെ പെപ്പർ ചിക്കൻ, ചെമ്മീൻ റോസ്റ്റ്, ഈസി പീസി ചെമ്മീൻ റോസ്റ്റ്. തൽക്കാലം ഇത്ര ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ചന മസാല ഞാൻ അമ്മൂന്റെ അടുത്ത് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ്, പപ്പടമൊക്കെ, പിന്നെ പൊറോട്ട ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മെനു. വൈൻ കുറച്ചുണ്ട്. വൈൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ഹോം മെയ്ഡ് വൈൻ, കുറച്ച് പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയതാണ്. വലിയ കുഴപ്പമില്ല. പറ്റിയെങ്കിൽ ദൈവം സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പൊ ഇത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. എങ്ങനെയാണ് മെനു ഞാൻ പ്ലാൻ ചെയ്യാന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. ഈ മെനു തന്നെ നിങ്ങൾ ഇടണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇതുപോലെയാണ് നമ്മൾ മെനു പ്ലാൻ ചെയ്യാന്ന് മാത്രമേ ഞാൻ ഇതിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അഡ്വാൻസ് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ ഇന്നത്തെ ഫുഡ് എന്ത് സംഭവം? It's okay. When you grow up, you don't need 2A. You are good enough. Okay. No problem. I thought it's like my name. അതെ, ശരിക്കുള്ള ബർത്ത്ഡേക്ക് 2A വരും. 27th നമുക്ക് 2A എഴുതാം. നമുക്ക് കത്തിയെടുത്തിട്ട്
ചേച്ചിയുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഒരു ആക്കാൻ പറ്റില്ല. അതില് ഗ്യാപ്പിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് ആഡ് ചെയ്യാൻ മതി. സ്ക്വയർ ആക്കിയുള്ളൂ. കണ്ടോ ആരെ ക്രിയേറ്റീവ് രണ്ടാം ക്ലാസ് ആയിട്ടുള്ളൂ, അവനത് മനസ്സിലാവാറായിട്ടില്ല. പിന്നെ അതൊന്നും കുഴപ്പമില്ല. ആദ്യം ഇത് നിങ്ങളായിട്ട് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആയുഷ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. Super. Yummy. Nice. Happy? I'm happy. Aviki. Cream. അവയ്ക്ക് ഇഷ്യൂ ആയിരുന്നു. Aviki ആ വീഡിയോ ഞാൻ കണ്ടിരുന്നുണ്ടോ? അല്ല അവർ ചെറിയ അലർജിക്ക് അപ്പൊ കഴിക്കാൻ ക്രീം കഴിക്കാം. പിള്ളേർക്ക് കൊടുക്കും. പ്ലേറ്റ് ഇട്ടുതരാം. എത്ര നാളെ വേഷന് കണ്ടിട്ട് മാമാജി? നിങ്ങൾക്ക് എവിടെയാ എല്ലാം വരുന്നുണ്ട് കറക്റ്റ്. ഇതൊന്നും വരില്ല. ഇത് ഈ ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് വരും. മിക്കവാറും നാളെ മറ്റന്നാളെ തന്നെ വരും.